നമുക്കിപ്പം പി ആർ സുനിൽ കൂടി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും ടെലി ട്രാൻസ്പോർട്ടിംഗ് സ്റ്റുഡിയോ സംവിധാനം വഴി. വെൽക്കം പി ആർ സുനിൽ, ഗുഡ് ഈവനിങ്. സ്മൃതി, SITക്ക് ആശ്വാസമാണോ? പ്രത്യേകിച്ച് CBI അന്വേഷണം ഈ ഘട്ടത്തിൽ ആവശ്യമില്ലെന്നും SITയുടെ അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തിയാണ്. സിംഗിൾ ബെഞ്ചിൻ്റെ വിധിയല്ല ദേവസ്വം ബെഞ്ചിൻ്റെ വിധി. സിംഗിൾ ബെഞ്ച് ഓരോ ജാമ്യം കൊടുക്കുന്ന സമയത്തും പുറപ്പെടുവിക്കുന്ന വിധിക്ക് നേരെ എതിരായിട്ടാണ് ദേവസ്വം ബെഞ്ച് വിധി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് കൗതുകകരമായ കാര്യം. ഇപ്പോൾ SITക്ക് ക്ലീൻ ചിറ്റല്ലേ കൊടുത്തിരിക്കുന്നത്? ഒന്നാമത് ഈ SIT രൂപീകരിച്ചിരിക്കുന്നത് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചാണ്. ദേവസ്വം ബെഞ്ച് ഓരോ ഉദ്യോഗസ്ഥരും ആരാകണം എന്ന് നിശ്ചയിച്ചെടുത്തിരിക്കുന്നതാണ് ഈ അന്വേഷണത്തിന് മുന്നിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥരെ. അപ്പോൾ SITയുടെ അന്വേഷണത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ട് എന്ന് പറയുന്നു. ഇപ്പോൾ ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട സംശയം വരാൻ കാരണം പ്രതികൾ ഓരോരുത്തരായി സ്വാഭാവിക ജാമ്യം ലഭിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നതുകൊണ്ടാണ്. ഇതിനകം തന്നെ മുരാരി ബാബു മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പുറത്തിറങ്ങിയിരിക്കുന്നു. അടുത്തത് S. ശ്രീകുമാറും, അദ്ദേഹം മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ്, പുറത്തിറങ്ങി. D. സുധീഷ് കുമാർ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്നു, അദ്ദേഹം പുറത്തിറങ്ങി. അടുത്തതായി പോറ്റിയുടെ ജാമ്യ ഹർജി നാളെ എടുക്കുകയാണ് കോടതി. സ്വാഭാവിക ജാമ്യം കോടതിക്ക് നിഷേധിക്കാവില്ല എന്നതുകൊണ്ട് നാളെ ഉണ്ണികൃഷ്ണൻ പോറ്റി കേസിലെ 1-ാം പ്രതി പുറത്തിറങ്ങും എന്നുള്ളതാണ് ഈ ആശങ്കയ്ക്ക് അടിസ്ഥാനം. അപ്പോഴാണ് കോടതി ഇന്ന് പറയുന്നത്, ഈ സ്വാഭാവിക ജാമ്യം ലഭിച്ചതുകൊണ്ട് കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള കുറ്റവാളികൾ ആരും രക്ഷപ്പെടില്ല. അത് പ്രധാനപ്പെട്ട വാചകമാണ്. കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു കുറ്റവാളിയും രക്ഷപ്പെടില്ല എന്നാണ് കോടതി പറയുന്നത്. അതായത് ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന, ഇനി സ്വാഭാവിക ജാമ്യം വഴി പുറത്തേക്കിറങ്ങാനിരിക്കുന്ന ആരായാലും അവരാരും തന്നെ രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നുള്ളതാണ്. അത് നമ്മളോട് കോടതി പറയുന്നത് എന്തുകൊണ്ടായിരിക്കാം? നമ്മളോടല്ല, കോടതി അതിൽ ഒരു നിലപാടെടുക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം? നമ്മൾ കാണാത്ത, നമുക്ക് മുന്നിലെത്താത്ത ഒരുപാട് തെളിവുകൾ ഇതിനകം തന്നെ SIT കോടതിക്ക് മുമ്പിൽ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് സിംഗിൾ ബെഞ്ചിന് മുന്നിലില്ല. സിംഗിൾ ബെഞ്ച് ജാമ്യം പരിഗണിക്കുമ്പോൾ ഈ പറയുന്ന സീൽ വെച്ച കവറിലെത്തിയിരിക്കുന്ന വിവരങ്ങൾ സ്വാഭാവികമായും സിംഗിൾ ബെഞ്ചിന് അറിയില്ല. പക്ഷേ അപ്പുറത്ത് ദേവസ്വം ബെഞ്ചിന് കൃത്യമായി അറിയാം അവിടെ എന്തൊക്കെ കാര്യങ്ങളിൽ തെളിവുകൾ ഇതിനകം SIT ശേഖരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് SIT അവരുടെ ജോലി കൃത്യമായി ചെയ്യുന്നുണ്ട് എന്നും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ വിശ്വാസ്യത ഏറ്റവും മികച്ചതാണ് എന്നുകൂടി കോടതി രേഖപ്പെടുത്തുന്നത്. മാത്രമല്ല, ഇത് കൊലപാതകവും മർദ്ദനവും ഒക്കെ പോലെ വേഗത്തിൽ പൂർത്തിയാക്കാവുന്ന ഒരു കേസല്ല എന്ന് പറയുന്നു. SIT എന്തുകൊണ്ട് SIT അന്വേഷണത്തിൽ തുടരാം? കാരണം ഈ കേസിൽ പല കണ്ണികളായി നിൽക്കുന്ന വിവരങ്ങൾ കോർത്ത് ഒരു മാലയാക്കേണ്ടതുണ്ട്. അപ്പോൾ കണ്ണികൾ കോർത്ത് ആ അന്വേഷണം പൂർത്തിയാക്കാൻ SIT തുടരേണ്ടതുണ്ട്. SITക്ക് സാവകാശം നൽകുന്നു. SITക്ക് സാവകാശം നൽകുമ്പോൾ നമുക്കറിയാം, ഈ സ്വർണ്ണപ്പാളികളുടെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് VSSയിൽ പോയി. ഒരു തവണ ആ പരിശോധന പൂർത്തിയാക്കി. പക്ഷേ അപ്പോഴും പൂർണ്ണമായ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. സ്വർണം നഷ്ടപ്പെട്ടു എന്ന് ആ പരിശോധനയിൽ വ്യക്തമായെങ്കിലും അതിൻ്റെ കാലപ്പഴക്കം നിർണ്ണയിക്കുക എന്നുള്ള ദീർഘമായ സങ്കീർണമായ പരിശോധന പൂർത്തിയായിട്ടില്ല. അപ്പോൾ അതിലൊരു ഡീകോഡിംഗ് വേണം. ആ ഡീകോഡിംഗ് ഇനി നടക്കാൻ പോവുകയാണ്. അതിന് ഉറപ്പായിട്ടും നേരത്തെ സംഭവിച്ചതുപോലെ തന്നെ 1 മാസമോ 2 മാസമോ എടുത്തേക്കാം. അപ്പോൾ അതിനെടുക്കുന്ന സമയം എന്നുള്ളതും നിർണായകമാണ്. അപ്പോൾ ഈ സ്വർണ്ണപ്പാളിയിൽ ഈ സ്വർണം പോയതുമായി ബന്ധപ്പെട്ട് പഴയതോ പുതിയതോ എന്ന് തിരിച്ചറിയണമെങ്കിൽ ആ വിവരം കൂടി കിട്ടിയിട്ടാകണമല്ലോ കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയുക. അപ്പോൾ പൂർണ്ണമായ കുറ്റപത്രം എന്ന രൂപത്തിലേക്ക് എത്തണമെങ്കിൽ തൊണ്ടിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കേണ്ടത്. പക്ഷേ മോഷണം നടന്നു എന്നുള്ളത് കോടതിക്ക് മുന്നിലെ തെളിവാണ്. അത് കോടതിക്ക് ബോധ്യമായിട്ടുണ്ട് എന്നുള്ളതാണ്. 4.5 കിലോ സ്വർണം ഇനിയും കണ്ടെത്തിയിട്ടില്ല. 4.5 കിലോ സ്വർണം ആ പാളികളിൽ നിന്ന് പോയിട്ടുണ്ട് എന്നുള്ളത് കോടതിയുടെ മുന്നിലെ തെളിവാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് സഭയിൽ നടക്കുന്ന തർക്ക വിതർക്കങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ അത് രാഷ്ട്രീയമാണ്. തിരഞ്ഞെടുപ്പ് കാലമാണ്. സ്വർണ്ണക്കൊള്ള പ്രധാനപ്പെട്ട ആയുധമാണ് പ്രതിപക്ഷത്തിന് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അതിൽ CPM നേതാക്കളാണ് അറസ്റ്റിലായിരിക്കുന്ന മുഴുവൻ പേരും ഭൂരിഭാഗം പേരും എന്നുള്ളതാണ്. 19 CPMന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമായി ഇപ്പോഴും തുടരുന്നത് ഇപ്പോഴും പാർട്ടിക്ക് ആ രൂപത്തിൽ വിശദീകരിക്കാനായിട്ടില്ല. അത് സമയമാവുമ്പോൾ നടപടിയെടുക്കുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഈ പയ്യന്നൂരിലെ രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പാർട്ടി എത്ര വേഗമാണ് പാർട്ടിക്കെതിരെ ആരോപണം ഉന്നയിച്ച ആളെ പുറത്താക്കിക്കൊണ്ട് തീരുമാനമെടുത്തത്. അതിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയ ആൾ ഇപ്പോഴും പാർട്ടിയിൽ തുടരുകയാണ്. അതുമായി ബന്ധപ്പെട്ട നടപടിയിലേക്ക് പോകാൻ, അതായത് ഒരു നടപടി എടുക്കാൻ എപ്പോൾ എടുക്കണം എന്നുള്ള പാർട്ടിക്ക് വേഗത്തിലെടുക്കാനും അറിയാവുന്നതാണ്. പക്ഷേ ഈ വിഷയത്തിൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നിന്നും നല്ല പരാമർശങ്ങൾ, പത്മകുമാറിനെതിരെ അതിരൂക്ഷമായ പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ മുന്നിലുണ്ട്. അത് ജാമ്യ ഹർജിയുമായി ബന്ധപ്പെട്ടാണ് എങ്കിൽ കൂടിയും സ്വാധീന ശക്തിയുള്ള ആളാണ്, പുറത്തേക്ക് ഇറങ്ങിയാൽ ആ സ്വാധീനം ഉപയോഗിച്ച് വെക്കാം എന്ന് കോടതി പറയുകയൊക്കെ ചെയ്തിരിക്കുമ്പോൾ ആ സ്വാധീനം എവിടെയാണ് എന്ന് നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യമാണ്. അപ്പോൾ അങ്ങനെ ആ പാർട്ടിക്കാരെ സംരക്ഷിക്കുന്നുണ്ട്. പത്മകുമാറും പാർട്ടി നേതാവാണ്, N. വാസുവും അതെ, KP ശങ്കർദാസും അതെ, N. വിജയകുമാറും അതെ. ശങ്കർദാസ് CPI ആണ്. മുരാരി ബാബു UDFിന്റെ സർവീസ് സംഘടനയിൽ നിന്ന് പിന്നീട് LDF സംഘടനയിലേക്ക് വന്നയാളാണ്. KS ബൈജു ഉണ്ട്, D. സുധീഷ് കുമാർ. ഇവർക്ക് രാഷ്ട്രീയ പങ്കാളിത്തമുള്ളതായി അറിയില്ല. പക്ഷേ ഇത്രയും പേരെങ്കിലും CPMുമായി ബന്ധപ്പെട്ട ആരോപണ വിധേയരായവരാണ്. അപ്പോൾ അവർ പാർട്ടിയുമായി ബന്ധപ്പെട്ട് അവർക്ക് പാർട്ടി അവരെ പുറന്തള്ളുകയാണ് എങ്കിൽ ഈ ഒരു പ്രശ്നമേ ഉദിക്കുന്നില്ലായിരുന്നു. സ്വർണ്ണക്കൊള്ളയിൽ പൂർണ്ണമായും ക്ലീൻ ഇമേജ് പാർട്ടിക്ക് കിട്ടുമായിരുന്നു. ഏത് കാലയളവിലാണ് ഈ സ്വർണ്ണക്കൊള്ള നടന്നത് എന്നതാണല്ലോ ഇപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം.
ശബരിമലയുമായി ബന്ധപ്പെട്ട് കാലാകാലങ്ങളായി പലതരത്തിലുള്ള ക്രമക്കേടുകളും വൻതോതിലുള്ള അഴിമതിയും നടക്കുന്നു എന്നുള്ളത് നമ്മുടെ യാഥാർത്ഥ്യമാണ്. അതിൻ്റെയൊക്കെ കിങ് പിന്നായിരിക്കുന്നത് ഉറപ്പായിട്ടും തന്ത്രിയാണ് എന്നുള്ള കാര്യത്തിലും എനിക്ക് തർക്കമില്ല. തന്ത്രി കൊണ്ടുവന്നവർ, തന്ത്രിയുമായി ബന്ധമുള്ളവർ, തന്ത്രി കൊണ്ടുവന്നിരിക്കുന്ന പ്രത്യേക ഒരു കോക്കസ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ആ കോക്കസിന്റെ പ്രവർത്തനം എവിടേക്കൊക്കെ നീങ്ങിയിട്ടുണ്ട് എന്നുള്ളതും പരിശോധിക്കേണ്ട കാര്യമാണ്. തന്ത്രി ഇപ്പോൾ ജയിലിനകത്താണല്ലോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ കാര്യത്തിൽ ഈ പറയുന്ന ഈ പാർട്ടിക്കാരല്ലാതെ ഉള്ള ആളുകളുമായിട്ടൊക്കെ തന്നെ തന്ത്രിക്ക് ഈ ഭരണകാലത്തിന് മുൻപും ബന്ധമുണ്ട്. പോറ്റിയുമായിട്ടായാലും ഈ പറയുന്ന ബാക്കി ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ടല്ല, ഗോവർദ്ധൻ അടക്കമുള്ള പങ്കജ് ഭണ്ഡാരി അടക്കമുള്ള ആളുകളുമായിട്ടൊക്കെ തന്നെയും ഈ പറയുന്ന തന്ത്രിക്ക് നേരത്തെ ബന്ധമുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയും പ്രധാനപ്പെട്ട തെളിവാണ്. ഇതിൽ കൂടുതൽ സമയം SITക്ക് ലഭിക്കുമ്പോൾ ഈ പറയുന്ന കണ്ണികൾ വിളക്കിച്ചേർത്തുകൊണ്ട് ഈ സ്വർണം എവിടേക്ക് പോയി എന്നതിലേക്ക് അന്വേഷണം കൊണ്ടുപോകാനും ഈ പരിശോധന പൂർത്തിയാക്കി ആ റിപ്പോർട്ട് സമർപ്പിക്കാനും കഴിയുമെന്നുള്ളതാണ്. ഇതിനകം തന്നെ ഇനി അറസ്റ്റൊന്നും ഉണ്ടാകില്ല എന്ന് നമ്മൾ കേൾക്കുമ്പോഴും ഒരുപക്ഷെ ഇനി 1-2 അറസ്റ്റിലേക്ക് കൂടി പോയേക്കാം എന്നുള്ള സൂചനകളും നമ്മുടെ മുന്നിലുണ്ട്. ഇതൊന്നും തന്നെ കോൺക്രീറ്റ് ആയ വിവരങ്ങളല്ല. കാരണം SIT ആരോടും കൃത്യമായി വിവരങ്ങൾ പറയുന്നില്ല. SIT വളരെ രഹസ്യമായി അന്വേഷണം നടത്തുന്നു. ആ രഹസ്യമായ അന്വേഷണ റിപ്പോർട്ട് കോടതിക്ക് മുന്നിൽ എത്തിക്കുന്നു. കോടതി പുറത്തേക്ക് പറയുന്ന പരാമർശങ്ങളാണ് പലപ്പോഴും നമുക്ക് മുന്നിൽ എത്തിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി ഇത് രാഷ്ട്രീയമായി സഭയിൽ ഉന്നയിക്കുമ്പോൾ അവിടെ ഈ പറയുന്ന ഈ കാലത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന ആളെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ രാജിവെക്കാൻ എന്ന് പ്രതിപക്ഷത്തിന് ആവശ്യപ്പെടാൻ കഴിയുക ഉറപ്പായിട്ടും ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയാണ്. അപ്പോൾ അതും പറയുന്നു. കാരണം ഈ കാലയളവിലെ 2025-26 കാലയളവിലെ കാര്യങ്ങൾ കൂടി കോടതിയുടെ മുന്നിലുണ്ടല്ലോ. അപ്പോൾ അതൊരു രാഷ്ട്രീയ ആരോപണമായി അവിടെ നിൽക്കുമ്പോൾ തിരിച്ചപ്പുറത്ത് സോണിയാഗാന്ധിയുടെ ചിത്രം കാണിച്ചുള്ള ആരോപണം അവിടെ നിന്ന് ഉന്നയിക്കുന്നു. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ചിത്രം കാണിച്ച് ഇപ്പോൾ ഇവിടെ നിന്ന് ആരോപണം ഉന്നയിക്കുന്നു. യഥാർത്ഥത്തിൽ ഇതൊന്നുമല്ല. പാർട്ടി സ്വർണ്ണക്കൊള്ളയ്ക്ക് കൂട്ടുനിന്നു എന്ന ആരോപണമൊന്നും ഇവിടെ ശരിയായ ആരോപണമാണെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ പാർട്ടിക്കാരായ സ്വർണ്ണക്കൊള്ളയിൽ ഭാഗഭാക്കായവരെ പൂർണ്ണമായും തള്ളിക്കളയാൻ പാർട്ടി തയ്യാറാകേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ സ്വർണ്ണക്കൊള്ളയിൽ പിന്നീട് ഒരു ആയുധം പ്രതിപക്ഷത്തിന് ഇല്ലാതെയാകും എന്നുള്ളതാണ്. പക്ഷേ നിലവിൽ ഇവരെ സംരക്ഷിക്കുന്ന നടപടി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഈ പറയുന്ന പത്മകുമാറിനെ പാർട്ടിയുടെ ഭാഗമായി ഇപ്പോഴും നിലനിർത്തുമ്പോൾ ആ ചോദ്യം അവിടെ ഉയരുക തന്നെ ചെയ്യും. അത് പ്രതിപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. Meet the editors.